പാർവതിയുടെയും അർജുൻ്റെയും മിഴികൾ തന്നിലേക്ക് നീളുന്നതറിഞ്ഞിട്ടും സീത ഭാവമാറ്റം ഏതുമില്ലാതെ ഒരു പാത്രത്തിൽ തനിക്ക് കഴിക്കാനുള്ളതും എടുത്തിട്ട് മേശയിൽ വന്നിരുന്നു. അവിടെ തന്നെ ഇരിക്കുന്ന അർജുൻ അവൾ വന്നിരുന്നതും വല്ലാത്തൊരു വെപ്രാളത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതും അവൾക്കറിയാൻ കഴിഞ്ഞു. രാത്രിയിൽ എപ്പോഴോ കയറി വന്നതിൻ്റെ ക്രോസ് വിസ്താരം അവനും പാർവതിയും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് സീതയ്ക്കും ഉറപ്പായിരുന്നു. പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യത്തിൽ താനിങ്ങനെ സംയമനം പാലിക്കുന്നതിൻ്റെ പൊരുളറിയാതെ അവരുടെ മനസ്സ് പുകയുന്നതും അവൾക്കറിയാം. എത്രയൊക്കെ അറിവുകളുണ്ടായിട്ടും മനസ്സിൻ്റെ കടിഞ്ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നത് അത് അവളുടെ പ്രിയപ്പെട്ടവൻ്റെ വാക്കുകൾ നൽകിയ വിശ്വാസമാണ്. ഞാൻ ഏറ്റു, നിന്റെ അനിയനെ നീ ആഗ്രഹിക്കുന്നത് പോലെ ആ കൺമുന്നിൽ നിർത്തിത്തരും ഞാൻ. എന്നെ വിശ്വാസമില്ലേ? അർജുനെ ഓർക്കുമ്പോൾ തുള്ളി വിറച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി കടിച്ചു കുടയാൻ നിൽക്കുന്ന ആത്മരോക്ഷം അവൻ്റെ ആ വാക്കുകളുടെ തണുപ്പിൽ പറ്റിച്ചേർന്ന് കിടക്കും. മറ്റൊന്നിലേക്കും മനസ്സ് പടരാതെ, അനാവശ്യമായ വേവലാതികളിൽ വിറച്ചു പോവാതെ ആത്മസംയമനം പാലിക്കുന്നതും അവനു വേണ്ടിയാണ്. യാതൊരു ഉപാധികളിലേക്കും ചേർത്ത് വയ്ക്കാതെ സീതാലക്ഷ്മിയെ അവളായി സ്നേഹിക്കുന്ന, പരിഗണിക്കാൻ അറിയുന്ന അവളുടെ മനസ്സിൻ്റെ ഉടമ. നീയില്ലെങ്കിൽ ഞാനുമില്ലെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പകരം നീയാണെൻ്റെ ലോകമെന്നും നിന്നിൽ കൂടി എൻ്റെ ലോകം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രവർത്തികൾ കൊണ്ട് തെളിയിക്കുന്ന ഒരുവൻ. അവൾക്കുള്ളിൽ വീണ്ടും വീണ്ടും പ്രണയത്തിൻ്റെ തേൻ കിനിഞ്ഞു. മുറിവേറ്റിരുന്ന ഹൃദയത്തിലാകെയും സ്നേഹത്തിൻ്റെ ഗന്ധമാണ്. ആദ്യാനുരാഗത്തിൻ്റെ നേർത്ത ശീലുകളാണ്. പുത്തൻ ഭാവങ്ങളിലേക്കുള്ള പരകായ പ്രവേശമാണ്. ഇനി സീതാലക്ഷ്മി തളർന്നു തൂങ്ങേണ്ടത് ആ പ്രണയത്തിന് മുന്നിൽ മാത്രമാവട്ടെ. പൂത്തു തളിർത്തതും അവന് വേണ്ടിയാകും. ഹൃദയത്തിലേക്ക് ഇരച്ചെത്തുന്നത്രയും പ്രേമത്തിൻ്റെ അലയൊളികൾ മാത്രമാണ്. ചുറ്റുമിരിക്കുന്നവരെയോ അവരുടെ ചിന്തകളെയോ സീത ഓർത്തില്ല. അവരുടെ വേദനകളിൽ ഉരുകിയതുമില്ല, വേവലാതി പൂണ്ടതുമില്ല. അന്ന് ആദ്യമായി ഓടിവായോ, ഞാനിവിടെ കാത്തിരിപ്പില്ലേ എന്നൊരു പരിഭവം മാത്രം ഉള്ളിൽ അലയടിച്ചു. ശാന്തമായിരുന്നു കഴിക്കുന്നവളെ വീണ്ടും വീണ്ടും സംശയത്തോടെ നോക്കി അർജുൻ. ഇടയ്ക്ക് അവൻ്റെ നോട്ടം പാർവതിയിലേക്കും പാറി വീണു. തൻ്റെ കണ്ണിലുള്ള അതേ സംശയങ്ങൾ തന്നെ വല്യേച്ചിയിലും കണ്ടുപിടിക്കാൻ അവനായിരുന്നു. തോന്നലല്ല അപ്പോൾ, യാതൊരു സാധ്യതയുമില്ലാത്തൊരു കാര്യമാണ് കൺമുന്നിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യ കാര്യങ്ങൾ ചെയ്തു എന്നറിഞ്ഞാൽ പ്രായം പോലും നോക്കാതെ എപ്പോഴും എടുത്തിട്ടടിക്കാൻ യാതൊരു മടിയോ മനസാക്ഷി കുത്തോ ഇന്ന് വരെയും സീതേച്ചിയിൽ കണ്ടിട്ടില്ല എന്നവനപ്പോൾ വെറുതെ ഓർത്തു. അങ്ങനെയുള്ളൊരാളാണ് ഒരക്ഷരം പോലും മിണ്ടാതെ ശാന്തതയുടെയും ക്ഷമയുടെയും ആൾരൂപം എന്നതുപോലെ മുന്നിലിരിക്കുന്നത്. അവനപ്പോഴും വിശ്വാസമായിട്ടില്ല. സീതയോട് പറയാൻ കാത്തുവെച്ച നുണ പോലും അർജുൻ്റെ മനസ്സിലിരുന്ന് വിങ്ങിപ്പൊട്ടി. കഴിച്ചു കഴിഞ്ഞു. പാത്രം കഴുകി റാക്കിലേക്ക് കമഴ്ത്തി വെച്ച് സീത ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. പോട്ടെ. പാർവതിയോടോ അർജുനോടോ രണ്ടുപേരിൽ ആരോടെന്നൊരു തീർച്ചയുമില്ലാതെ യാത്ര പറച്ചിലോടെ സീത കളം മുഴിഞ്ഞു കൊടുത്തു. എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴും മനസ്സിലാവാതെ അർജുൻ അവിടെ തന്നെ ഇരുന്നിട്ട് വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. ഇടയിൽ എപ്പോഴോ അവനെ രൂക്ഷമായൊന്ന് നോക്കിയിട്ട് പാർവതി മുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്നിരുന്ന ലല്ലുവിൻ്റെ പിറകെ കൂടി. വയൽവരമ്പിലേക്കിറങ്ങിയതും സീത ഒന്ന് ആഞ്ഞു ശ്വാസം വിട്ടു. വലിഞ്ഞു മുറുകി നിന്നിരുന്ന മനസ്സിനൊരു അയവ് വന്നതുപോലെ ചുണ്ടിലേക്ക് ഒരു നറുചിരിയുടെ വെളിച്ചം അരിച്ചെത്തിയതും അവൾ അറിഞ്ഞു. പുത്തൻ ബാഗ് ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് വെച്ചു. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കടമയാണ്. കാതുകളിൽ അവൻ്റെ പ്രണയാർദ്രമായ വാക്കുകൾ വീണ്ടും ഓർമ്മിപ്പിച്ചു. മനസ്സിനൊപ്പം കാലും കൂടി അവനരികിലേക്ക് ഓടിയെത്താൻ തിടുക്കം കൂട്ടുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ലഹരിയിൽ അവൾ ഉന്മാദിയായി പോയിരിക്കുന്നു. എന്തുകൊണ്ടോ സീതയ്ക്കപ്പോൾ ഹരിയെ ഓർമ്മ വന്നു. മുൻപ് സങ്കടങ്ങളിൽ പിടയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് അവനും അവൻ്റെ സാന്നിധ്യവുമായിരുന്നു. ഇന്നിപ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് വിങ്ങുമ്പോഴും ഹൃദയം ആ ശീലം മറന്നിട്ടില്ലെന്ന് തെളിയിച്ചു. ഏറ്റവും സങ്കടപ്പെടുമ്പോഴും ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴുമല്ലേ നമ്മൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ അന്വേഷിച്ചു പോകുന്നത്. ആരൊക്കെയാണ് നമ്മളെ പ്രിയപ്പെട്ടവരായി അംഗീകരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതും. ആ പറയടി. ഉറക്കച്ചവയോടെ യാതൊരു ഫോർമാലിറ്റികളുമില്ലാതെ ഹരിയുടെ സംസാരം. സീത ചിരിച്ചുപോയി. നീ ഇനിയും എഴുന്നേറ്റില്ലേടാ അമ്മടിയാ, സമയം ഉച്ചയായി. സീത ചിരിയോടെ തന്നെ പറഞ്ഞു. ഇന്നലെ കിടക്കാൻ ലേറ്റായടി, വന്നപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞു. ഹരി പറഞ്ഞത് കേട്ട് സീതയൊന്ന് മൂളി. ആ നിന്നോട് പറയാൻ വിട്ടതാ, തിരുവനന്തപുരം വരെയും ഒന്ന് പോവാനുണ്ടായിരുന്നു. ഞാൻ ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആവശ്യത്തിന്.
ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങ് പോയിട്ട് വരാമല്ലോ എന്ന് ഓർത്ത് പറയാതിരുന്നതാ. ഹരി പറഞ്ഞു. ആ, ഞാൻ അറിഞ്ഞിരുന്നു ഹരി. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് സീത നാവ് കടിച്ചത്. അതെങ്ങനെയെന്നവൻ ചോദിക്കുമെന്ന് സീത കരുതിയെങ്കിലും അതുണ്ടായില്ല. വേറെ എന്താടി വിശേഷം? ഹരി വീണ്ടും ചോദിക്കുന്നു. ഹരി, അത് പിന്നെ. സീത വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. ആ, ടെൻഷൻ ആവാതെടി. ഞാൻ ആദ്യം പോയിട്ട് ശ്രീനിലയത്തിലെ കിരൺ വർമ്മ എന്ന കണ്ണേട്ടനെ എന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരട്ടെ. എന്നിട്ട് നിനക്ക് പറയാനുള്ളതും കേൾക്കാൻ തീർച്ചയായും നിന്ന് തരും. എന്താ, അതുപോരെ സ്ട്രോങ് സീതാലക്ഷ്മി? ചിരിയോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ സീത ഒരു നിമിഷം മൗനമായി പോയി. ഹരി, ഞാൻ. വീണ്ടും സീത തട്ടിത്തടഞ്ഞു. ഇപ്പോൾ നീ നല്ല കുട്ടിയായി പോമോളെ സീതേ. വൈകുന്നേരം ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. വെച്ചിട്ട് പോടി. ഹരിയൊരു താളത്തിൽ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലെ വെപ്രാളം അല്പം കുറയുന്നത് സീത അറിഞ്ഞു. ഫോൺ ഓഫ് ചെയ്തിട്ട് അവൾ ബാഗിലിട്ടു. കണ്ണേട്ടനോട് തനിക്കുള്ള ഇഷ്ടത്തെപ്പറ്റി അവൻ എന്തൊക്കെയോ അറിയാമെന്ന് സീതയ്ക്ക് ഉറപ്പായി. കണ്ണേട്ടനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്നും ഹരിയത് അതേ രീതിയിൽ അംഗീകരിക്കുമെന്നും പൂർണ്ണമായ വിശ്വാസമുണ്ടായിട്ടും കാരണമെന്തെന്നറിയാത്തൊരു ഭീതി അവളെ ചുഴിഞ്ഞ് കടന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ പരസ്പരം കണ്ടതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ രണ്ടുപേർക്കും വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. ഔപചാരികതയുടെ കെട്ടുപാടുകളില്ലാതെ ഹരിയുടെ നീട്ടിപ്പിടിച്ച കൈകളിലേക്ക് കണ്ണൻ അവൻ്റെ കൈ ചേർത്തു. യാതൊരു ആകാംക്ഷയുമില്ലാത്ത ഹരിയുടെ പ്രസന്നമായ മുഖത്തേക്ക് നോക്കി കണ്ണൻ. ഇന്നലെ രാത്രി എപ്പോഴെത്തി? കണ്ണനാണ് തുടക്കമിട്ടത്. 1 മണിയായി. ഹരി ചിരിയോടെ പറഞ്ഞു. ഹരിയുടെ ഫ്രണ്ട് ഷബീറിൻ്റെ കോഫി ഷോപ്പിലാണ് രണ്ടുപേരും. എവിടെ വെച്ച് കാണുമെന്നതിലൊരു ആശങ്കയുണ്ടായിരുന്നു കണ്ണന്. അവന് ഇവിടങ്ങളൊന്നും അത്ര പരിചയമല്ലാത്തതാണ്. അതിനും പരിഹാരം നിർദ്ദേശിച്ചത് ഹരിയാണ്. പോയ കാര്യമെല്ലാം ഓക്കെ ആയോ? കണ്ണൻ ഹരിയെ നോക്കി. ഏറെക്കുറെ. ഞാൻ ലീവിന് അപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്തിരുന്നു. ഇതിപ്പോൾ ഒരു സൈൻ ചെയ്യാനുള്ളത് കൊണ്ട് പോയതാണ്. മറച്ചു പിടിക്കാൻ ഒന്നുമില്ലെന്ന് തെളിയിക്കുന്നത് പോലുള്ള ഹരിയുടെ സംസാരം. കണ്ണൻ അവനെ കൂടുതൽ അറിയുകയാണ്. മനസ്സിലാക്കും തോറും ഹരിയോടുള്ള അകലവും ഇല്ലാതാകുന്നുണ്ട്. നീ എന്താ കാണണമെന്ന് പറഞ്ഞത്? യാതൊരു മുഖവുമില്ലാതെ ഹരിയുടെ ചോദ്യം. ഒരു നിമിഷം കണ്ണൻ ശ്വാസമെടുത്തു. എത്രത്തോളം പ്രിപ്പയർ ചെയ്തു വന്നിട്ടും അവൻ ആ നിമിഷത്തെ അതിജീവിച്ചത് അല്പം പതർച്ചയോടെയാണ്. ഹരി ശാന്തമായൊരു ചിരിയോടെ അവനെയും നോക്കിയിരുന്നു. അർജുൻ, അവനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒടുവിൽ കണ്ണൻ പറയുമ്പോൾ, നിനക്കെങ്ങനെ അർജുനെ അറിയാമെന്നൊരു ചോദ്യം ഹരിയിൽ നിന്നവന് പ്രതീക്ഷിക്കുന്നത് പോലെ വീണ്ടും ഒരു നിമിഷം മൗനം കൂട്ടുപിടിച്ചു. അർജുനെക്കുറിച്ച് നീ എന്താ കേട്ടതെന്ന് എനിക്കറിയില്ല. തീർച്ചയായും അതൊരിക്കലും നല്ല വാർത്തയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹരിയുടെ സ്വരം. കണ്ണൻ അവനെ നോക്കി. നിരഞ്ജന പറഞ്ഞത് മുഴുവനും കണ്ണൻ അവനോട് വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു. ഇടയ്ക്ക് അലോസരപ്പെടുത്തുന്ന ഒരൊറ്റ ചോദ്യം പോലും കണ്ണനോട് തിരിച്ചു ചോദിക്കാതെ അവന് പറയാനുള്ളത് മുഴുവനും ക്ഷമയോടെ കേട്ടിരുന്നു. അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഹരിയുടെ കൂടെ ഞാനും ഉണ്ടാകും. തെറ്റിലേക്ക് അവൻ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നിട്ടില്ല. നമ്മൾ വിചാരിച്ചാൽ അവൻ്റെ മുന്നിൽ ശരിയുടെ പാത കാണിച്ചു കൊടുക്കാനായേക്കുമെന്നൊരു തോന്നൽ. കണ്ണൻ ഹരിയെ നോക്കി പറഞ്ഞു. സീതാലക്ഷ്മിയോട് തനിക്ക് അത്രയും ഇഷ്ടമുണ്ടോ? ഹരി തിരിച്ചു ചോദിച്ചത് അങ്ങനെയാണ്. നേരിടാൻ തയ്യാറായിരുന്ന ചോദ്യമായിരുന്നിട്ട് കൂടി പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരവസരത്തിൽ ഹരിയിൽ നിന്ന് ആ ചോദ്യം വന്നപ്പോൾ കണ്ണനൊന്ന് പതറിപ്പോയി. ശ്രീനിലയത്തിലെ കിരൺ വർമ്മ അർജുനെ അറിയാൻ ആകെയുള്ളൊരു വഴിയെന്നത് സീത പറഞ്ഞറിയുന്നതാണ്. ഇതിപ്പോൾ വെറുമൊരു അറിവല്ലല്ലോ. തെറ്റിലേക്ക് പോകുന്ന ഒരുവനോടുള്ള സിമ്പതിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ സീതാലക്ഷ്മിയോടുള്ള അടങ്ങാത്ത സ്നേഹം, അവൾ വേദനിക്കാതിരിക്കാൻ എന്തും ചെയ്യാനുള്ള മനസ്സ്, അതെനിക്ക് നിന്റെ വാക്കുകളിൽ നിന്നും അറിയാനാകുന്നുണ്ട്. അതായത് ശ്രീനിലയത്തിലെ ഈ കൊച്ചു തമ്പുരാൻ എൻ്റെ പ്രാരാബ്ധക്കാരി കൂട്ടുകാരിയെ പ്രണയിക്കുന്നു എന്ന്. എന്താ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഹരിയുടെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട്. കണ്ണൻ ശ്വാസം മുട്ടലോടെ അവനെ നോക്കി. ഒരക്ഷരം പോലും പറയാനില്ലാത്ത വിധം കണ്ണൻ ഹരിയുടെ മുന്നിലിരുന്നു. കണ്ണനൊന്നും പറഞ്ഞില്ല. ഹരി ഓർമ്മപ്പെടുത്തി. ഞാനിനി എന്തോ പറയാനാണ് ഹരി, നീ എന്നെ തളർത്തിക്കളഞ്ഞു. കണ്ണൻ ഹൃദയം നിറഞ്ഞാണ് അത് പറഞ്ഞതെന്ന് ഹരിക്കും മനസ്സിലായി. സീതയോട് ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ കൂട്ടുകാരൻ ഹരിക്ക് നിന്നെ മനസ്സിലാകുമെന്നതാണ് എൻ്റെ വിശ്വാസമെന്ന്. ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നതിൽ നിന്നും എത്രയോ മുകളിലാണ് ഹരി നിന്റെ മനസ്സ്. കണ്ണൻ ഹരിയുടെ നേരെ നോക്കി. ഹരി ഒന്നും പറയാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നാലും നീ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്? കണ്ണൻ്റെ അതിശയം തീരുന്നില്ല.
നിന്റെ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം സീത കൂടി എനിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അതും നിന്നോടുള്ള അവളുടെ പ്രണയം പറയാനാണ്. ഹരി ചിരിയോടെ പറഞ്ഞു. സത്യത്തിൽ സീതയോട് എനിക്ക് അസൂയ തോന്നുന്നു ഹരി. നിന്നെപ്പോലൊരു ഫ്രണ്ട് അവൾക്കുണ്ടല്ലോ. അങ്ങേയറ്റം ആത്മാർത്ഥമായാണ് കണ്ണൻ അത് പറഞ്ഞത്. സീതാലക്ഷ്മിക്ക് മുന്നിൽ ജീവിതം ഒരു ചോദ്യചിഹ്നമാണ്. വെറുതെ പോലും അവൾക്ക് ആശ കൊടുത്തിട്ട് പറ്റിക്കാനാണ് കൊച്ചുതമ്പ്രാൻ്റെ പുറപ്പാടെങ്കിൽ ഹരിപ്രസാദിൻ്റെ ആത്മാർത്ഥത ഏറ്റവും കൂടുതൽ അറിയേണ്ടി വരുന്നത് ഒരുപക്ഷെ നീയായിരിക്കും. കളിയായും കാര്യമായും ഹരി അവൻ്റെ മനസ്സിലുള്ളത് കണ്ണനെ അറിയിച്ചു. കിരൺ വർമ്മ എന്ന ഞാൻ ആദ്യമായി കാണുന്ന പെൺകുട്ടിയല്ല സീതാലക്ഷ്മി. പക്ഷേ അവളെപ്പോലെ എന്നിലേക്ക് ഇത്രയും അലിഞ്ഞു ചേരാൻ കഴിവുള്ള ആരെയും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇനിയൊരു പക്ഷേ കാണാനും പോകുന്നില്ലായിരിക്കാം. കണ്ണൻ്റെ ആർദ്രമായ ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഹരിയുടെ ഹൃദയത്തിലൊരു ആശ്വാസം വന്ന് നിറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ചുണ്ടായ പ്രേമമല്ല ഹരി എനിക്ക് അവളോട്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി തിരികെ പോകുന്നതും അവൾക്കൊപ്പം ആവണമെന്നൊരു ആഗ്രഹം എനിക്കുമുണ്ട്. അത്രത്തോളം ഞാൻ സീതാലക്ഷ്മിയെ സ്നേഹിക്കുന്നു, അവൾ എന്നെയും. കണ്ണൻ മനസ്സിലുള്ളത് അതുപോലെ ഹരിയോട് പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയായിട്ട് സീതാലക്ഷ്മിക്ക് ഇടയ്ക്കിടെ പറയാനുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഹരിയെയാണെന്ന്. ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരി, അവൾക്ക് അങ്ങനെ പറയാനുള്ള കാരണം കൂടി നീ കൊടുത്തിട്ടുണ്ടെന്ന്. കണ്ണൻ ഹരിയുടെ കയ്യിൽ പിടിച്ചു. ഹരി അപ്പോഴും ചിരിച്ചു. സീതയെക്കുറിച്ച് എല്ലാം നിനക്കറിയാമോ? ഹരിയുടെ ചോദ്യം. കണ്ണൻ ഇല്ലെന്ന് തലയാട്ടി. അറിയണം. അതറിയാൻ നീ അവളോട് തന്നെ ചോദിക്കണം. കാരണം അനുഭവങ്ങൾ അവളാണ് നേരിട്ടത്. അവളോളം ആർക്കും അത് രേഖപ്പെടുത്തി തരാനാവില്ല. അതുകൊണ്ട് നീ അവളിൽ നിന്ന് തന്നെ അവളെ അറിയാൻ ശ്രമിക്കണം. കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്ന ഒരു പാസ്റ്റ് പറയാനുണ്ട് സീതയ്ക്ക്. ഒരുപാട് അനുഭവങ്ങൾ ഒറ്റയ്ക്ക് നീന്തിക്കടന്നവളാണ്. ശ്രീനിലയത്തിലെ കിരൺ വർമ്മയ്ക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടുമെന്ന് പറയാൻ നിരവധി ആളുകളുണ്ടാകും ചുറ്റും. ഹരിയുടെ കടുത്തുപോയ മുഖത്തേക്ക് കണ്ണൻ നോക്കിയിരുന്നു. അന്നൊരു പക്ഷേ നിനക്ക് തോന്നരുത് നിന്റെ പെണ്ണിന് ഇത്രയും പവർ പോരെന്ന്. ശരിക്കും ആലോചിച്ച് നോക്കിയിട്ട് വേണം നീയൊരു തീരുമാനമെടുക്കാൻ. അതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല. ഹരി കണ്ണനെ നോക്കി. ഞാൻ സ്നേഹിച്ചത് സീതയെയാണ്, അവൾ എന്നെയും. ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടില്ല. സ്നേഹം അത് ആത്മാർത്ഥമാണെങ്കിൽ സ്നേഹിക്കുന്നവരുടെ ഏതൊരവസ്ഥയിലും നമ്മൾ കൈവിട്ട് കളയില്ലെന്നും അവരുടെ പരിമിതികളിൽ കൂടുതൽ ചേർന്ന് നിൽക്കാനും ശ്രമിക്കുമെന്നും ഹരിക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. കണ്ണൻ ചിരിയോടെ പറഞ്ഞു. അതേ ഹൃദയം നിറഞ്ഞ ചിരിയപ്പോൾ ഹരിയിലുമുണ്ട്. ഒരുമിച്ച് നീന്തിക്കടക്കേണ്ട വേദനകളുടെ ആഴയെക്കുറിച്ചൊന്നും അറിയാതെ നല്ലൊരു സൗഹൃദത്തിൻ്റെ മറ്റൊരു തുടക്കത്തിനുള്ള മനോഹരമായ വേദിയാകുകയായിരുന്നു അവിടെയപ്പോൾ.